ഹായ് ഫുഡീസ്. ഇന്ന് നമ്മുടെ ബ്രെഡ് ആൻഡ് കുക്കീസ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബേസൻ കുക്കിയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വായിലിട്ടാൽ ഒരു അലിഞ്ഞു പോകുന്ന അടിപൊളി കുക്കി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബേസൻ കുക്കി ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വീറ്റ് ഫ്ലോറാണ് വേണ്ടത്, അതായത് ആട്ടപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് എടുക്കുക ആട്ടപ്പൊടി. പിന്നെ ബേസൻ പൗഡറാണ്, അതിൽ നമ്മുടെ കടലമാവ് 1/4 കപ്പ് എടുക്കുക. പിന്നെ എടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്, അതൊരു 1/3 എടുത്താൽ മതി. ഒരു പിഞ്ച് സോൾട്ടും, അതുപോലെ ഏലക്ക പൊടിച്ചത് ഒരു 2 പിഞ്ചും നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിനെ സോക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഗീ ആണ് ആവശ്യം. അത് നമ്മൾ എടുക്കുന്നത് 1/3 കപ്പ് എടുക്കുക. 1/3 എന്ന് എഴുതിയിട്ടുള്ള കപ്പിൻ്റെ പകുതി പോർഷൻ എടുക്കുക. ഇത് നമ്മൾ ഒരു ചെറിയൊരു പോർഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, കാരണം നിങ്ങൾ ബേസിക് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ചെയ്ത് കറക്റ്റായി കിട്ടാണ്ട് പോകണ്ടെന്ന് കരുതിയിട്ട് ചെറിയൊരു പോർഷൻ നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗീ കൂടെ നമ്മൾ ഒഴിച്ചിട്ട് 6 kgയോ അങ്ങനെ ഏതെങ്കിലും ഒന്നെടുക്കുക. ചൂടാക്കരുത്, ഒരു മെൽറ്റിംഗ് കൺസിസ്റ്റൻസിൽ നമ്മൾ അതിനെ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് എത്തിക്കാൻ നോക്കുക. കൈ കൊണ്ട് ചെയ്യാം, സ്പാച്ചുല കൊണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ കുക്കീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കുഴച്ചെടുത്ത് ആ മാവിനെ ചൂടാക്കി അങ്ങനെയൊന്നും എടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുക്കിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ചെടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രം. ഇനി നമുക്ക് കൈവച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. നമ്മൾ കൈവച്ച് ഒരുപാട് സമയം ഈ കുക്കി ഡൗവിനെ കുഴച്ചെടുക്കുമ്പം ഇതിലിരിക്കുന്ന ഈ ഒരു ഗീ ആണെങ്കിലും ഇനിയിപ്പോൾ ബട്ടറാണ് എന്താണെങ്കിലും അത് കൂടുതൽ മെൽറ്റായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഡവ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ നനവ് പോരാ എന്ന് തോന്നും. എന്തായാലും ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നനവിന് ആവശ്യമുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് ഒരു 1/2 ടീസ്പൂൺ ആ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ബൈൻഡിങ്, അതായത് പൊടിയാതെ പൊട്ടാതെ കിട്ടുന്ന ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഒരു നമ്മൾ സാൻഡിൽ ടെക്സ്ചർ എന്ന് പറയും, അതായത് ഇപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുമ്പോൾ ഒരു സാൻഡിൽ രൂപത്തിൽ കിട്ടില്ലേ, അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുക്കീസ് ചെയ്യുമ്പോൾ നമ്മൾ ആട്ടപ്പൊടിയൊക്കെ കുഴച്ചെടുത്ത് ചപ്പാത്തി മാവൊക്കെ ചെയ്യുന്ന പോലെ ടൈറ്റ് കൊടുക്കരുത്. മെല്ലെ നമ്മുടെ വിരലുകൾ മാത്രം വെച്ചിട്ട് വേണം നമ്മൾ ഡൗ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്നുള്ളൂ, ഒരുപാട് കുക്കിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഞാൻ നേരത്തെ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഓയിലാട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ കൈ വെച്ചിട്ട് കൈൻ്റെ ഉൾഭാഗം തട്ടാത്ത രീതിയിൽ മെല്ലെ നമ്മളതിനെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ചെറിയൊരു പോർഷനല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഈ വിരലുകൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ കുറേശ്ശെ എടുത്തിട്ട് മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം നമ്മുടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും. വീറ്റ് ഫ്ലോർ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പൊടി ബേസൻ പൗഡർ 1/4 കപ്പ്, 4th കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒരു 1/3 എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് സോൾട്ട്, ഉപ്പാണ്. പിന്നെ ഏലക്ക പൊടിച്ചത്, ഏലക്കയുടെ സീഡ് മാത്രം പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരു 1-2 പിഞ്ച് എടുത്താൽ മതി. പിന്നെ ഒരു 1/3 എന്ന് എഴുതിയിട്ടുള്ള കപ്പ് ഉണ്ടായിരിക്കും. ആ കപ്പിൻ്റെ 1/2 പോർഷനാണ് നമ്മൾ ഗീ എടുക്കുന്നത്. നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പം കറക്റ്റാക്കി എടുക്കുക. എന്തായാലും നിങ്ങൾ ബേക്കിംഗ് ചെയ്യുന്നവരായിരിക്കും, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മെഷറിംഗ് കപ്പ് കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ അളന്നൊക്കെ എടുക്കാൻ. ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളെ കപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്ത റെസിപ്പീസിലൊക്കെ നമുക്ക് ഗ്രാം അളവും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് പഠിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിനെ നന്നായിട്ട് ഡൗ കുഴച്ചെടുത്ത് ഇതുപോലൊരു ഡവ് ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് ബോൾസ് ആക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കുന്നത് മാത്രം. പിന്നെ കൈയിൻ്റെ ഉൾഭാഗം തട്ടി ഒരുപാട് മെൽറ്റിംഗ് ആയി പോകരുത്. ഇനി നിങ്ങൾക്കിത് മെൽറ്റിംഗ് കൺസിസ്റ്റൻസിയിലേക്ക് വരികയാണ്, നിങ്ങൾക്ക് ഇതിനെ പിടിക്കാനൊക്കെ കയ്യിലൊട്ടൊന്നും തോന്നിയാൽ ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ക്ലിങ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് വേണം ഇതുപോലെ വീണ്ടും ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ചെറിയ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിൽ കുക്കി ചെയ്തെടുക്കുന്നത് കാണിക്കാം. ഇപ്പോൾ നമ്മളിതാ ചെയ്തെടുക്കുമ്പോൾ ഒരു ക്രാക്കൊന്നുമില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ബേക്കിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി കാണാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എടുക്കാം, കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. കട്ട് ചെയ്യുന്നതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. നമ്മൾ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക, നന്നായിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുള്ള ബോൾസുകൾ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുക്കീസ് ഏത് ഷേപ്പിൽ കഴിക്കാനാണോ ഇഷ്ടം, കാണാനാണോ ഇഷ്ടം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ചെറിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കുക്കി എന്നൊക്കെ പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്. ആദ്യത്തെ നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കി കഴിക്കണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഷേപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എല്ലാത്തിനും കാണാനൊരു കുറച്ചുകൂടെ ഭംഗി വേണം. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്തു എന്ന് മാത്രം. ഇതുപോലെ എല്ലാ ബോൾസും നമ്മൾ ചെയ്ത് വയ്ക്കാം. ഈ ബോൾസ് നമ്മൾ കുക്കിയുടെ ഡവ് ലൂസായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഷേപ്പാക്കാൻ പറ്റുന്നൊരു കുക്കിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ കുറച്ച് വിട്ട് വേണം നമ്മൾ കുക്കി വയ്ക്കാൻ. ഒരുപാട് വലുത് ആയിട്ടില്ലെങ്കിലും ഒന്നിനെ തട്ടിപ്പോകരുത്. ഇത് ബേക്കിംഗ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സൈസ്. ഇനി ഓപ്ഷൻ നോക്കാം നമുക്ക്. ബേക്ക് ചെയ്യേണ്ട ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഫുൾ ഓപ്ഷനിൽ 200 ഡിഗ്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഇതെൻ്റെ കയ്യിലുള്ളൊരു പഴയ ഓവനാണ്. അപ്പോൾ ഇതിൽ എനിക്ക് 200 ഡിഗ്രിയിലാണ് ഈ ഒരു കുക്കി ചെയ്തെടുക്കാൻ പറ്റാറ്. കൂടിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൽ കൂടരുത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ ഈ കുക്കി വലുതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള കുക്കി മതി നമുക്ക് ഒരു നോർമൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ കുക്കി റെഡി ആയിട്ടുണ്ട്. 9 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളർ കൂടി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പവർ നിങ്ങൾക്ക് 280 മാറ്റി കൊടുക്കാം. കുക്കി നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് കുക്കി തൊട്ട് കഴിഞ്ഞാൽ കുക്കിയുടെ നടുഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബേക്ക് ആയിട്ടില്ല എന്ന് കരുതി വീണ്ടും ബേക്ക് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഓവൻ്റെ മുകളിൽ ചൂടുള്ള ഭാഗത്തൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ വെക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നിങ്ങൾ ട്രേയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുക്കി ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ബാക്കി കമൻറ്റിലൂടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ബാക്കി ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുക്കിയുടെ റെസിപ്പിയൊക്കെ. ഇനി ഈ കുക്കി ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് എത്ര ക്രഞ്ചി ക്രിസ്പിയൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. കണ്ടല്ലോ, നല്ല ക്രഞ്ചിയും സോഫ്റ്റും ആയിട്ടുള്ള കുക്കിയാണ്. ഇതുപോലുള്ള കുക്കികളൊക്കെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലമൊന്നും ഇരിക്കില്ല.
വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഇതുപോലുള്ള കുക്കീസൊന്നും വീട്ടിലുണ്ടാക്കി വെച്ചാൽ കുറേ കാലം ഇരുന്ന് കേടാവുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ഏതൊക്കെ കുക്കീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടെ ഒന്ന് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.